ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ നാളത്തെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അതൊക്കെ പോയിട്ട് കാണാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ആദ്യം വായിച്ചു നോക്കാം. അതിനുശേഷം ഓരോ ചോദ്യവും ഉത്തരവുമായിട്ട് നോക്കാം. ഒരുപാട് സസ്യജന്തുവർഗ്ഗങ്ങൾ പരസ്പരാശ്രയത്വത്തോടെ കഴിയുന്നതും ഇവിടെയെല്ലാം നിലനിൽപ്പിന് അനുകൂല സാഹചര്യമുള്ളതുമായ ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് വനങ്ങൾ. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറകളായ വനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനും വനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. പ്രകൃതിയുടെ ഓക്സിജൻ സിലിണ്ടറുകളായ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്നും വിളിക്കാറുണ്ട്. വനങ്ങൾ വൻതോതിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണിന്ന്. 50 വർഷം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്നതിൻ്റെ പകുതിയോളം കാടുകൾ പോലും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല. വനശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ലോക ജനതയെ ഓർമ്മപ്പെടുത്താനാണ് വനദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. 2012 നവംബറിൽ ചേർന്ന യോഗത്തിൽ മാർച്ച് 21 ലോക വനദിനമായി കൊണ്ടാടാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ഒരു രാജ്യത്തിൻ്റെ മൂന്നിലൊന്നെങ്കിലും ഭൂപ്രദേശം വനഭൂമിയാകണമെന്നാണ് ശാസ്ത്രീയമായ കണക്ക്. എന്നാൽ ഇത് പല രാജ്യങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം റഷ്യയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അടുത്ത പേജിലുള്ളത്. നമുക്ക് നോക്കാം. 1. ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് കടൽ, വനങ്ങൾ, കുളം, വയൽ. ഏതാണ്? വനങ്ങളാണല്ലേ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആമസോൺ വനങ്ങൾ, മഴക്കാടുകൾ, സൈലന്റ് വാലി, നഗരങ്ങൾ. ഏതാണ്? മഴക്കാടുകളാണ്. സി ചോദ്യം, വനശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ലോകജനതയെ ഓർമ്മപ്പെടുത്താൻ ആചരിക്കുന്നത് വനദിനം, പരിസ്ഥിതി ദിനം, ഭൗമദിനം, ജലദിനം. ഏതാണ്? വനദിനമാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം ഏതാണ്? കാനഡ, ഇന്ത്യ, റഷ്യ, ചൈന. റഷ്യയാണ്. ഇനി ഈ ആണ് ലോക വനദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ്? സെപ്റ്റംബർ 5, ജൂൺ 5, മാർച്ച് 21, മാർച്ച് 22. ഏതാണ്? മാർച്ച് 21 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത്തരത്തിലുള്ള പാരഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം തരിക, അല്ലെങ്കിൽ കവിത തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. എന്തായാലും തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഒരു കുറിപ്പാണ് എഴുതാനുള്ളത്. ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയെ പോലെ നിങ്ങൾ രൂപമാറ്റം നടത്തുന്നതായി സങ്കല്പിച്ചിട്ടുണ്ടോ? കുറിപ്പായി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഒരു കുട്ടി ചെമ്പകപ്പൂവാൻ ആഗ്രഹിച്ചിട്ട് അത് ആയ ആ ഒരു അനുഭവമാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സങ്കല്പത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു കവിതയിൽ പറയുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കവിതയിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുള്ള കുട്ടിത്തവും അമ്മയോടുള്ള അതിയായ സ്നേഹവും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞ് ചെമ്പകപ്പൂവായി മാറി അമ്മയെ ഒളിച്ചു നോക്കുകയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ആകാംക്ഷയോടെ കാണുകയും ചെയ്യുന്നു. കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവൾ ചെമ്പകപ്പൂവായി മാറി അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്മ കുളിച്ചിറങ്ങി പ്രാർത്ഥനയ്ക്കായി പോകുമ്പോഴും ഉച്ചയ്ക്ക് പുസ്തകം വായിക്കുമ്പോഴും കുഞ്ഞ് അവളെ ശ്രദ്ധിച്ചു നോക്കുന്നു. അമ്മയ്ക്ക് തൻ്റെ സാന്നിധ്യം അറിയാതെ തന്നെ അവളുടെ അടുത്ത് ഉണ്ടാകാൻ കുഞ്ഞ് ആഗ്രഹിക്കുന്നു. ഇതിലൂടെ കുഞ്ഞിൻ്റെ സ്നേഹവും കൗതുകവും കളിത്തവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കവിതയുടെ അവസാനം കുഞ്ഞ് വീണ്ടും അമ്മയുടെ പഴയ കുട്ടിയായി മാറി ഒരു കഥ പറയാൻ ആവശ്യപ്പെടുന്നു. ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ഈ കവിത വായിക്കുമ്പോൾ അമ്മയുടെ സ്നേഹവും കുട്ടിയുടെ നിർമ്മലമായ മനസ്സും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിലെ ബി ചോദ്യമാണ്. ക്ലാസ് മുഴുവൻ വീർപ്പടക്കിരിക്കുകയാണ്, കാരണം എന്തായിരുന്നു? നമ്മുടെ ഗോട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ളതാണ്. എ. അപ്പുകുട്ടൻ്റെ ബാഗിലെ ഗോട്ടികൾ മാസ്റ്റർ കണ്ടു. അപ്പുകുട്ടനെ മാസ്റ്റർ ശിക്ഷിക്കുമോ എന്ന ഭയം. ബാഗിലെ ഗോട്ടികളെല്ലാം ക്ലാസ്സിൽ ചിതറി വീണു. മാസ്റ്റർ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അപ്പുകുട്ടനെ മാസ്റ്റർ ശിക്ഷിക്കുമോ എന്ന ഭയമായിരുന്നു. കാരണം അപ്പുകുട്ടനോട് താൻ എന്താ ഇവിടെ കാട്ടുന്നത് എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ അവനൊന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ സമയം
സമയത്താണ് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും വീർപ്പടക്കിയിരിക്കുകയാണ്. ഇനി അപ്പുകുട്ടനെ മാസ്റ്റർ ചീത്ത പറയുമോ അല്ലെങ്കിൽ ശിക്ഷിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. ഇനി രണ്ടാമത്തെ സി ആണ്. ചെമ്പകപ്പൂവായി മാറിയ കുട്ടി ചെയ്ത കാര്യങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് കണ്ടെത്താനുള്ളത്. ഇളം കാറ്റിനൊപ്പം തലകുലുക്കി, ഇതളുകൾ വിരുത്തി അമ്മയെ നോക്കി, അമ്മ വായിച്ച ഗ്രന്ഥത്തിൽ കുഞ്ഞുനിഴൽ വീഴ്ത്തി, തലയാട്ടി പൂമ്പാറ്റകളെ വിളിച്ചു വരുത്തി. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ചെയ്യാത്തത് അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊക്കെയാണ്? ഇളം കാറ്റിനൊപ്പം തലകുലുക്കി, അത് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇതളുകൾ വിരുത്തി അമ്മയെ നോക്കിയിട്ടുണ്ട്. അമ്മ വായിച്ച ഗ്രന്ഥത്തിൽ കുഞ്ഞുനിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്തത് തലയാട്ടി പൂമ്പാറ്റകളെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അതാണ് ചെയ്യാത്ത കാര്യം. ഇനി മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനാണ് ഉത്തരം എഴുതേണ്ടത്. അതിൽ 3A എന്താണെന്ന് നോക്കാം. കഥാപാത്ര നിരൂപണം ആണ്. അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്. പനി വന്നാൽ നെറ്റി തൊട്ട് നനവാർന്ന ശീല വെച്ച് തണുപ്പിക്കും. കരസ്പർശ കുളിരുമുണ്ട്. കവിത വായിക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന വലിയമ്മയുടെ രൂപം, സ്വഭാവ സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരെക്കുറിച്ചാണ് എഴുതേണ്ടത്? വലിയമ്മയെ കുറിച്ചിട്ടുള്ള കഥാപാത്ര നിരൂപണമാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ വാത്സല്യത്തിൻ്റെ പര്യായം കവിതയിലെ വരികളിലൂടെ തെളിയുന്ന വലിയമ്മ എന്ന കഥാപാത്രം സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ്. വലിയമ്മയുടെ സ്വഭാവ സവിശേഷതകൾ വലിയമ്മയുടെ സ്നേഹത്തെ കവി വിശേഷിപ്പിക്കുന്നത് വാത്സല്യത്തിൻ്റെ പാൽനിലാവ് എന്നാണ്. നിലാവിനെ പോലെ പരിശുദ്ധവും കുളിർമയേകുന്നതുമാണ് അവരുടെ സ്നേഹം. കുട്ടിക്ക് പനി വരുമ്പോൾ നെറ്റിയിൽ നനഞ്ഞ തുണിയിട്ട് തണുപ്പിക്കുന്ന വലിയമ്മയുടെ ചിത്രം അവരുടെ ആഴത്തിലുള്ള കരുതലാണ് കാണിക്കുന്നത്. ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുമ്പോൾ വലിയമ്മയുടെ കൈകളുടെ സ്പർശനം പോലും കുട്ടിക്ക് വലിയ ആശ്വാസവും തണുപ്പും പകരുന്നു. കുട്ടിയുടെ വളർച്ചയിൽ താങ്ങും തണലുമായി നിൽക്കുന്ന അമ്മയ്ക്കും പുറമുള്ള വാത്സല്യവും ചൊരിയുന്ന ഒരു ഉദാത്തമായ കഥാപാത്രമാണ് വലിയമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വലിയമ്മ എന്ന കഥാപാത്രം എങ്ങനെയുള്ളതാണ്, എങ്ങനെയാണ് അവർ കുട്ടിയെ പരിചരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ഒരു ലഘു ഉപന്യാസമാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ നീർത്തരമാണ്. ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ. ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു, പരിപാലിച്ചില്ല. പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ ഇടപെടലിനെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. പ്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥ, മനുഷ്യന്റെ ഇടപെടൽ, ആവാസ വ്യവസ്ഥയ്ക്ക് വരുന്ന മാറ്റം, ജലക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, ജീവിവർഗങ്ങളുടെ വംശനാശം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു വേണം നമുക്കൊരു ലഘു ഉപന്യാസം തയ്യാറാക്കാൻ. അപ്പോൾ പ്രകൃതി ഇന്ന് മനുഷ്യൻ എന്താണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് തലമുറക്ക് ഉപയോഗിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ് പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യൻ്റെ അത്യാഗ്രഹം മൂലം നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. മനുഷ്യൻ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും പ്രകൃതിയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ജീവികൾ ഇന്ന് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മാത്രമല്ല ജലക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, കാലം തെറ്റിയുള്ള മഴ, അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ജീവിവർഗങ്ങളുടെ വംശനാശവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. നമുക്കറിയാം ആവാസ വ്യവസ്ഥയിലെ ഒരു ജീവിയൻ ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റു ജീവി കൂടുതലായിട്ട് വളരുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അത് ഒരുപാട് നാശനഷ്ടങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഉപന്യാസത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും അവകാശമാണ്, ഓരോരുത്തരും ചെയ്യേണ്ട കടമയുമാണ് അല്ലേ. എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് ഈ ഒരു ഭൂമിയിൽ ജീവൻ സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല അതിനു വേണ്ടിയിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ പരമാവധി ഉപയോഗം കുറയ്ക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രകൃതിക്ക് ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഉപഭോഗങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക, കുന്നിടിക്കൽ, അതുപോലെ തന്നെ വയലുകൾ നികത്തൽ, ഇതൊക്കെ അവസാനിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഉപന്യാസത്തിൽ എഴുതാൻ വേണ്ടി പറ്റുന്ന വിഷയങ്ങളാണ്. ഇനി അടുത്തത് ചുവടെ കൊടുത്ത 4A 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനാണ് ഉത്തരം എഴുതേണ്ടത്. എ ചോദ്യം പ്രതികരണ കുറിപ്പാണ്. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും കാലം വന്നു പിറന്നിതു ചെന്നിനമേലും വാളുകണക്കൊരു തീനാളം.
തീനാളം എന്ന വാക്ക് ഇവിടെ തീയിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? ചിന്തകൾ ഉരസുമ്പോൾ ഉണ്ടാകുന്ന തീനാളം എന്താണ്? നിങ്ങളുടെ പ്രതികരണങ്ങൾ കുറിപ്പായി അവതരിപ്പിക്കുക. ഇവിടെ തീനാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ചിന്തകളെയാണ് അല്ലെ. പണ്ട് നമ്മുടെ പിതാമഹർ കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ നിന്നും ഇന്ന് കാണുന്ന ഈ ഒരു പുരോഗതിയിലേക്ക് എത്തിയത് മനുഷ്യന്റെ ചിന്തകൾ തന്നെയാണ്. അവിടെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് തീയുടെ കണ്ടുപിടുത്തം തന്നെയായിരുന്നു. അതോടുകൂടിയിട്ട് മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. തീയുടെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് അതുവരെ അവർ പച്ചക്ക് കഴിച്ചിരുന്ന ഇറച്ചി, മാംസങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറികൾ, കിഴങ്ങുകൾ ഇതൊക്കെ വേവിച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല അതോടുകൂടിയിട്ട് കൃഷി ആരംഭിക്കുകയും അവർ ഒരു ഭാഗത്ത് സ്ഥിരതാമസമാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആ ഒരു രീതിയിൽ നിന്നും ഇന്ന് കാണുന്ന ഈ ഒരു ടെക്നോളജിയുടെ വേൾഡിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് വളർന്നത് ഒരുപാട് കാലങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ പരിണിത ഫലമായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു ധാതു എന്ന് പറയുന്നത് ഈ ഒരു തീനാളം കണ്ടുപിടിച്ചത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ആൻസർക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് പറഞ്ഞു തരുന്നത്. ഈ രീതിയിൽ നിങ്ങൾ എഴുതുക. അടുത്തത് താരതമ്യ കുറിപ്പാണ്. കാറ്റും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പ് കുഴമ്പാക്കി പല കരുനിരവാർത്തു പണിക്കേകി. വൈലോപ്പിള്ളി എഴുതിയ വരികളാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ വരികളും കൊടുത്തിട്ടുണ്ട്. അധ്വാനത്തിന്റെ മഹത്വമാണ് ഈ രണ്ട് വരികളിലും കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് രണ്ടിനെയും താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടിലും എന്താണ്, അധ്വാനം എന്ന് പറയുന്നത് വളരെ മഹത്വമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവണമെങ്കിലും അതുപോലെ തന്നെ ഒരു സമ്പത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടുത്തെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് അല്ലേ. നമ്മൾ പറയും കർഷകരാണ് ഒരു രാജ്യത്തിന്റെ നെടുന്തൂൺ എന്ന് പറയാറുണ്ട്. അവിടെ എന്താണ്, അവരുടെ അധ്വാനം തന്നെയാണ് ആ ഒരു രാജ്യം ജീവിക്കുന്നത്. അവർ തരുന്ന ഒരു ഭക്ഷണത്തിലൂടെയാണ് ആ രാജ്യത്തിലെ ആളുകൾ ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. അപ്പോൾ അധ്വാനം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായ ഒന്ന് തന്നെയാണ്. മാത്രമല്ല പണ്ട് കാലത്തെ നമ്മുടെ പിതാമഹർ അധ്വാനത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ ലോകത്തിലേക്ക് എത്തിയത് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഡയറി കുറിപ്പാണ്. ഹെലൻ കെല്ലറുടെ ജീവിതകഥ വായിച്ച ദിവസം നിങ്ങൾ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് എപ്രകാരമായിരിക്കും അത് എഴുതി നോക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഹെലൻ കെല്ലറിൻ്റെ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം, തീയതിയും ദിവസവും എഴുതി കൊടുക്കുക. ഓക്കെ, ഇന്നത്തെ തീയതി ഏതാണോ അത് എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും തീയതി എഴുതുക, ഏതെങ്കിലും ഒരു ദിവസവും എഴുതുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഡയറിയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഹെലൻ കെല്ലറുടെ ജീവിതകഥ വായിച്ചു. അവളുടെ ജീവിതം എന്നെ ഏറെ സ്വാധീനിച്ചു. ബാല്യത്തിലെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടിട്ടും അവൾ ഒരിക്കലും നിരാശപ്പെട്ടില്ല എന്നത് എന്നെ അതിശയിപ്പിച്ചു. ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ ലോകത്ത് ജീവിച്ചിരുന്നിട്ടും അവൾ അറിവിന്റെ പ്രകാശം തേടിയെടുത്തത് വലിയ ധൈര്യമാണ്. അവളുടെ അധ്യാപികയായ ആൻ സുലുവിന്റെ സഹായത്തോടെ അവൾ ഭാഷ പഠിക്കുകയും ലോകത്തെ മനസ്സിലാക്കുകയും ചെയ്തു. ഹെലൻ കെല്ലർ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടെങ്കിലും അവയെല്ലാം ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മറികടന്നു. അവൾ ഉയർന്ന വിദ്യാഭ്യാസം നേടി ലോകത്തിന് മാതൃകയായി. പ്രതിബന്ധങ്ങൾ വിജയത്തിലേക്കുള്ള തടസ്സമല്ല എന്ന സന്ദേശമാണ് അവളുടെ ജീവിതം എനിക്ക് നൽകുന്നത്. ഇന്നത്തെ വായന എനിക്ക് ഒരു പുതിയ ചിന്ത സമ്മാനിച്ചു. എൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിരാശപ്പെടാതെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന വിശ്വാസം ഇന്ന് കൂടുതൽ ശക്തമായി. ഹെലൻ കെല്ലറിൻ്റെ ജീവിതം എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത പ്രചോദനമായി നിലനിൽക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഡയറിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ ആറാമത്തേതായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വായനാനുഭവമാണ്. നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു കഥയുടെ വായനാനുഭവം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ച് എഴുതുക. ഇനി നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റെഫർ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.